ഗുഡ് മോർണിംഗ് ഓൾ. ടീച്ച് മീ 24/7 ഒരു പുതിയ അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ 5th സെമസ്റ്റർ ബികോം ഇൻകം ടാക്സ് എന്നുള്ള സെഗ്മെൻറ്റിലാണുള്ളത്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് പേഴ്സൺ, അതിൽ തന്നെ നമ്മൾ ഇൻഡിവിജ്വൽ എന്ന ഭാഗമായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ അതെല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമെന്ന് കരുതുന്നെങ്കിലും ജസ്റ്റ് ഒന്ന് പറയാം. 2 ബേസിക് കണ്ടീഷൻസ്, അതുപോലെ തന്നെ 2 അഡീഷണൽ കണ്ടീഷൻസാണ് നമുക്കുള്ളത് അല്ലേ. ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ആ ഒരു ഇൻഡിവിജ്വലിനെ, അതായത് പേഴ്സണായിട്ടുള്ള ആദ്യത്തെ കാറ്റഗറി ആയിട്ടുള്ള ഇൻഡിവിജ്വലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റെസിഡൻറ്റ് എന്ന് പറയുന്നു. അഡീഷണൽ കണ്ടീഷൻ 2 എണ്ണമുണ്ട്. അത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്താൽ നമ്മൾ ആ പേഴ്സണിനെ റെസിഡൻറ്റ് ഓർഡിനറിലി റെസിഡൻ്റ് എന്നും, റെസിഡൻറ്റ് നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് എന്ന് പറഞ്ഞാൽ ആ 2 കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യാതിരുന്നാൽ റെസിഡൻറ്റ് നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് എന്ന് പറയുന്നു. ഓക്കെ ആണല്ലോ. ആദ്യം പറഞ്ഞ ബേസിക് കണ്ടീഷൻ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അയാളെ നമ്മൾ നോൺ റെസിഡൻ്റ് എന്ന് പറയുന്നു. ഇതുപോലെ തന്നെ ഇൻഡിവിജ്വൽസ് പോലെ തന്നെ മറ്റു കുറച്ച് പാർട്ടീസാണ് HUF, കമ്പനി, ഫേം, അസോസിയേഷൻ ഓഫ് പേഴ്സൺ എന്നൊക്കെ. അപ്പോൾ അതിൽ നെക്സ്റ്റ് ഒരു തിയറി ഭാഗം കൂടിയാണ് നമ്മൾ HUF, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. എന്താണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി? എന്താണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരു കർത്ത എന്ന് പറഞ്ഞ ആളുണ്ടാവും, അയാളുടെ കീഴിൽ പല ആളുകളായിട്ട്, അതായത് ഫാമിലിയെ, കൂട്ടുകുടുംബ വ്യവസ്ഥയാണ്. ഹിന്ദുക്കളിൽ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയാണ്. അവിടെ കർത്തയാണ് കറക്റ്റായിട്ട് എല്ലാം കൺട്രോൾ ചെയ്യുന്നതൊക്കെ. ഇവരെ എങ്ങനെയാണ് നമ്മൾ റെസിഡൻറ്റ്, ഓർഡിനറി റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് എന്നെങ്ങനെ പറയാൻ നോക്കാം. ഇവിടെയും ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിക്ക് ബേസിക് കണ്ടീഷൻസ്, അഡീഷണൽ കണ്ടീഷൻസ് ഉണ്ട്. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ കേസിൽ ബേസിക് കണ്ടീഷൻ എന്ന് പറഞ്ഞത് the control and management of all affairs. That means a Hindu undivided family's control and management wholly or partially in India, then it is called resident. മനസ്സിലാവുന്നുണ്ടല്ലോ. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ മൊത്തം കൺട്രോൾ അല്ലെങ്കിൽ ഭാഗികമായിട്ടുള്ള കൺട്രോളെങ്കിലും ഇന്ത്യയിലാണെങ്കിൽ അവരെ നമുക്ക് എന്ത് പറയാം, റെസിഡൻ്റ് എന്ന് പറയാം. അതാണ് ആദ്യത്തെ ബേസിക് കണ്ടീഷനിൽ വരുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ ഇതിൽ ഭാഗികമായിട്ടും പൂർണ്ണമായിട്ടും പറഞ്ഞു. ഇത് തീരെ ഇല്ലെങ്കിൽ അല്ലേ, ഇഫ് ഡസ് നോട്ട് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഹോളി ഇൻ ഇന്ത്യ, ദാറ്റ് മീൻസ് ദ ഫുൾ കൺട്രോൾ ഔട്ട്സൈഡ് ഇന്ത്യ, ദെൻ ഇറ്റ് ഈസ് കോൾഡ് നോൺ റെസിഡൻറ്റ്. റെസിഡൻറ്റ് ദെൻ നോൺ റെസിഡൻറ്റ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ റെസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഹോളി ഓർ പാർഷ്യലി കൺട്രോൾഡ് ആൻഡ് മാനേജ്മെൻറ്റ് അഫയേഴ്സ് of Hindu undivided family in India, that is called resident. If the control fully outside India, then it is called non-resident. അപ്പം റെസിഡൻറ്റും നോൺ റെസിഡൻറ്റും നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ നോക്കേണ്ടത് അതിൽ റെസിഡൻറ്റിൽ 2 കാറ്റഗറി ഉണ്ട് അല്ലേ. ഓർഡിനറിലി റെസിഡൻറ്റും ഉണ്ട്, നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റും ഉണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ കേസ് പറഞ്ഞ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ടോട്ടലായിട്ടാണ് ബേസിക് കണ്ടീഷൻ. ദെൻ അടുത്ത കേസ്, അതായത് അഡീഷണൽ കണ്ടീഷൻ വരുമ്പോൾ അതിൽ സ്പെസിഫൈ ചെയ്ത് കർത്തക്കാണ് അത് ബാധകം. അത് ഇഫ് കർത്ത സാറ്റിസ്ഫൈ 2 അഡീഷണൽ കണ്ടീഷൻസ്, ദെൻ ഇറ്റ് ഈസ് കോൾഡ് ഓർഡിനറി റെസിഡൻറ്റ്. ഇഫ് കർത്ത സാറ്റിസ്ഫൈ 2 അഡീഷണൽ കണ്ടീഷൻ, ദെൻ ഇറ്റ് ഈസ് കോൾഡ് ഓർഡിനറി റെസിഡൻറ്റ്. ഇഫ് കർത്ത ഡസ് നോട്ട് സാറ്റിസ്ഫൈ എനി വൺ ഓഫ് ദ അഡീഷണൽ കണ്ടീഷൻ, ദെൻ ഇറ്റ് ഈസ് കോൾഡ് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. ദെൻ വാട്ട് ആർ ദ അഡീഷണൽ കണ്ടീഷൻസ്? നമ്മൾ ഇൻഡിവിജ്വലിൽ പറഞ്ഞ അതേ അഡീഷണൽ കണ്ടീഷനെയാണ്. 2 out of 10 preceding the years, then also 730 days of the last 7 years before the previous years. ഓക്കെ ആണല്ലോ. നമ്മൾ ഇൻഡിവിജ്വലിൽ പറഞ്ഞ അതേ അഡീഷണൽ കണ്ടീഷൻ കർത്ത സാറ്റിസ്ഫൈ ചെയ്താൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്തായി മാറി? റെസിഡൻറ്റ് ഓർഡിനറി റെസിഡൻ്റായി മാറി. അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യാതിരുന്നാൽ അതെന്തായി മാറി? നോട്ട് ഓർഡിനറി റെസിഡൻ്റായി മാറി. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് കാറ്റഗറി വരുന്നത് ഫേം ഓർ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ആണ്. ഇൻ ദ കേസ് ഓഫ് ഫേം ഓർ അസോസിയേഷൻ ദർ ഈസ് ഓൺലി 2 കാറ്റഗറി, റെസിഡൻറ്റ് ഓർ നോൺ റെസിഡൻറ്റ്. റെസിഡൻറ്റ് ഓർ നോൺ റെസിഡൻറ്റ്. There is no ordinarily resident or not ordinarily resident like as previous cases. Here only 2 cases, resident or non-resident. റെസിഡൻറ്റും നോൺ റെസിഡൻറ്റും ഉള്ളൂ, ഓർഡിനറിലിയോ നോട്ട് ഓർഡിനറിലിയോ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ എന്താണെന്ന് നോക്കാം. ലൈക്ക് ആസ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി,
If wholly or partially controlled and management affairs of firm or association of persons like as club, wholly or partially in India, then it is called resident. ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ ഇന്ത്യയിൽ കൺട്രോൾ വന്നെങ്കിൽ ആ ഫേം അല്ലെങ്കിൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, ക്ലബ്ബ് പോലെയുള്ള അസോസിയേഷൻ ഓഫ് പേഴ്സൺസിനൊക്കെ നമുക്ക് എന്ത് പറയാം, റെസിഡൻ്റ് എന്നും. അതർവൈസ് ദാറ്റ് മീൻസ് ഇഫ് ഫുള്ളി കൺട്രോൾ ഔട്ട്സൈഡ് ഇന്ത്യ, ദാറ്റ് ഈസ് കോൾഡ് നോൺ റെസിഡൻറ്റ്. നോൺ റെസിഡൻറ്റ്. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ പറഞ്ഞിരുന്നു, പേഴ്സണൽ ഇൻഡിവിജ്വൽ പറഞ്ഞു, HUF പറഞ്ഞു, ഫേം ഓർ അസോസിയേഷൻ ഓഫ് പേഴ്സൺ പറഞ്ഞു. നെക്സ്റ്റ് കമ്പനിയാണ്. If an Indian company or if the wholly or partially the control and affairs in India, that is called resident. രണ്ട് കേസാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കമ്പനി ആവുകയോ, ഇന്ത്യൻ കമ്പനി എന്ന് പറഞ്ഞാൽ പുറത്ത് ഏതെങ്കിലും ഉള്ളൊരു കമ്പനി, അത് ഇന്ത്യൻ കമ്പനി ആയാലും മതി, പുറത്ത് വർക്ക് ചെയ്യുന്നൊരു കമ്പനി ഇന്ത്യൻ കമ്പനി ആവുക. അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനി അല്ലാത്തൊരു കമ്പനിയുടെ ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടുള്ള കൺട്രോൾ എപ്പോഴെങ്കിലും പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ റെസിഡൻ്റ് എന്ന് പറയും. കുറച്ച് ദിവസം മതി. സോ അങ്ങനെയെങ്കിൽ റെസിഡൻ്റ്. അപ്പോൾ റെസിഡൻ്റ് ആവുന്ന രണ്ട് കേസ്, either ഇന്ത്യൻ കമ്പനി ദാറ്റ് മേ ബി ഇൻ ഇന്ത്യ ഓർ ഔട്ട്സൈഡ് ഇന്ത്യ, ഓർ എനി ഔട്ട്സൈഡ് കമ്പനി, ഫോറിൻ കമ്പനി ദാറ്റ് മേ ബി കൺട്രോൾഡ് ഇൻ ഇന്ത്യ ഇൻ ദ ലാസ്റ്റ് പ്രീവിയർ either partially or fully. ഇത് രണ്ടും അല്ലാത്ത കേസ്, ദാറ്റ് മീൻസ് ഇഫ് ദാറ്റ് ഈസ് നോട്ട് ആൻ ഇന്ത്യൻ കമ്പനി ആൻഡ് ആൾസോ fully control outside India, then it is called non-resident. Non-resident. Here also two cases, resident or non-resident. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് പേഴ്സൺസിൽ വരുന്നത്. ഇൻഡിവിജ്വൽ HUF, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഫേം, അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ദെൻ കമ്പനി. ബാക്കിയുള്ള പാർട്ടീസിനൊക്കെ നമുക്ക് ചോദിക്കാറില്ല. അപ്പോൾ ഇത്രയാണ് നമുക്കൊരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനൊക്കെ ചിലപ്പോൾ 15 മാർക്കിന് വരും. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ മുഴുവൻ എഴുതണം. നേരെ കുറച്ച് ഇൻഡിവിജ്വൽ ചോദിച്ചാൽ ഇൻഡിവിജ്വലിൻ്റെ മാത്രം എഴുതുക, HUF ചോദിച്ചാൽ HUFൻ്റെ മാത്രം എഴുതുക, പേഴ്സൺസ് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കാറ്റഗറി എഴുതണം. അപ്പം നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, പരാതികളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് അയക്കാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഷെയർ ചെയ്യുക. വീണ്ടും അടുത്ത ക്ലാസ്സുമായി കാണാം. താങ്ക് യു.